നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കർഷകനും രാജകുമാരിയും. ഇതൊരു നാടോടി കഥയാണ് കേട്ടോ, ചൈനീസ് നാടോടി കഥയാണ്. അപ്പോൾ ഇതിലത്തെ പേരുകളും ഒക്കെ ചൈനക്കാരുടേതായ പേരുകളാണ്. നമുക്കത്ര പരിചിതമല്ലാത്ത പേര്, എന്നാലും നമുക്ക് പരിചയപ്പെടാലോ. അവിടെ വളരെ പ്രതാപശാലിയായ ഒരു നാട്ടുരാജ്യത്തിൻ്റെ രാജാവായിരുന്നു ചിയാങ് രാജാവ്. അദ്ദേഹത്തിന് നല്ല സൈന്യശക്തിയൊക്കെ ഉണ്ട്, ഖജനാവിൽ ധാരാളം പണമുണ്ട്, രാജ്യത്തൊക്കെ നല്ല സമ്പൽ സമൃദ്ധമാണ്, ധാരാളം കർഷകരൊക്കെ ഉണ്ട്, കൃഷിയുടെ വിലയൊക്കെ നന്നായിട്ട് അറിയണ ആളുമാണ് കേട്ടോ ഈ രാജാവ്. രാജാവിന് അതീവ സുന്ദരിയായൊരു മകളുണ്ട്, യാങ്സി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. സുന്ദരിയാണെന്ന് മാത്രമല്ല, യാങ്സി നല്ല ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയും കൂടിയാണ് കേട്ടോ. അച്ഛനും മകളും കൂടി ഇങ്ങനെ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ യാത്ര ചെയ്യും. അങ്ങനെയാണ് പൊതുവെ. എപ്പോഴും അച്ഛനുമായി സംസാരിക്കുന്നതിൽ നിന്നും മകൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടും. പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് അച്ഛനും മകൾക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ രാജാവിനൊരു മോഹം, തൻ്റെ മകൾ അതീവ സുന്ദരിയല്ലേ, ചില മത്സരങ്ങളൊക്കെ ഏർപ്പെടുത്തി മകളെ വിവാഹം ചെയ്യും. ഈ മത്സരത്തിലൊക്കെ ജയിച്ചു വരുന്ന ധീരനും വീരനും അറിവുള്ളവനും ബുദ്ധിശക്തിയുള്ളവനും ഒക്കെ ആണെങ്കിലേ ഈ മത്സരങ്ങളൊക്കെ ജയിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ എന്നങ്ങോട്ട് വിളംബരം ചെയ്തു. ഇതിന് തയ്യാറുള്ള യുവാക്കന്മാരോട്, രാജകുമാരന്മാരായാലും മന്ത്രിപുത്രന്മാരായാലും രാജ്യത്തെ ധീര യുവാക്കളായാലും വരാനായിട്ട് ഇങ്ങനെ ക്ഷണിച്ചു. അങ്ങനെ ഇരിക്കെ ആദ്യമായിട്ട് അവിടെ വന്ന ഒരുപാട് പേര് പലരും വന്നു. ആഴ്ചയിൽ തന്നെ രാജാവിനും മകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു യുവാവ് വന്നു. ആ യുവാവ് വന്നപ്പോൾ തന്നെ ചോദിച്ചു, നീ ആരാണ്, നീ എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചു. ഞാൻ അടുത്ത രാജ്യത്ത് നിന്ന് വരികയാണ് എന്ന് പറഞ്ഞു. അതെയോ, എന്താ നിൻ്റെ പേര്? എൻ്റെ പേര് ഊങ്. ഓ ശരി. ഊങ് എന്ത് ചെയ്യുന്നു? ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ വളരെ പേര് കേട്ട ഒരു കർഷകനാണ്. അടുത്ത കർഷകൻ്റെ ഷിങ് എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. കർഷകനായ ഷിങ്ങിൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ ഈ യുവാവിനെ കണ്ടാൽ, ഊങ്ങിനെ കണ്ടാൽ ആൾ നല്ല സുന്ദരനാണ്, നല്ല ആരോഗ്യവാനാണ്, നല്ല ജോലി ചെയ്ത് നല്ല ഉറച്ച ശരീരമാണ്, ഇതൊക്കെ ചെയ്ത്. വാസ്തവത്തിൽ രാജകുമാരിക്ക് അദ്ദേഹത്തോട് ഒരു ചെറിയ താല്പര്യമൊക്കെ തോന്നി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനും ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആ കുട്ടിയൊന്നും മിണ്ടാതിരുന്നു. കർഷകൻ്റെ മകനാണെന്ന് കേട്ട വഴിക്ക് രാജാവ് അങ്ങോട്ട് ദേഷ്യപ്പെട്ടെങ്കിൽ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എൻ്റെ മകള് രാജകുമാരിയെന്ന് ഓർക്കണം, ഇത്ര സുന്ദരിയാണെന്ന് ഓർക്കണം, അവളെത്ര ബുദ്ധിശക്തിയുള്ള കുട്ടിയാണെന്നും കൂടി നീ മനസ്സിലാക്കണം. എന്നിട്ട് വെറും ഒരു കർഷകൻ്റെ മകനായ നിനക്ക് ഇവള് വിവാഹം കഴിക്കാമെന്നുള്ളൊരു മോഹം തോന്നിയിട്ടല്ലേ ഇവിടെ വന്നത്? വേഗം പോടാ, പല വഴിക്ക് പോ, വേഗം ഞാൻ പിടിച്ച് പുറത്താക്കണതിന് മുമ്പൊക്കെ രാജകൊട്ടാരത്തിൽ നിന്ന് വേഗം പോകും, എവിടേക്കെങ്കിലും പോയിക്കോ, നിനക്കൊന്നും എൻ്റെ മകളെ വിവാഹം ചെയ്ത് തരാൻ പറ്റില്ല. ഒന്നങ്ങടെ അബദ്ധമായി പോയി. ഇത്ര മാത്രം താൻ അപമാനിതനായല്ലോ. എൻ്റെ അച്ഛൻ എത്ര അധ്വാനം ചെയ്തിട്ടാണ്, കൃഷി ചെയ്തിട്ടാണ് വിഭവങ്ങൾ ഉണ്ടാക്കണതും മറ്റുള്ളവർക്ക് കൊടുക്കണതും ഒക്കെ. ഞാനും അത് സഹായിക്കുന്നുണ്ടല്ലോ. വളരെ സത്യസന്ധമായൊരു ജീവിതമല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. കൃഷി എന്താ രാജ്യത്തിന് പ്രയോജനമില്ലാത്തൊരു തൊഴിലത്തെയാണോ? എന്താ ഈ രാജാവ് ഇങ്ങനെ പറയണത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ആകെ മനസ്താപപ്പെട്ട് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പിടിച്ചു പുറത്താക്കണേക്കാൾ ഭേദം തന്നെ പോകുകയാണല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അങ്ങേയറ്റത്തെ ഭാരത്തോടു കൂടി രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയി. സ്വന്തം വീട്ടിലേക്കൊന്നും പോയില്ല കേട്ടോ. എന്ത് ചെയ്തു? ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വലിയൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് നോക്കുമ്പോൾ കുന്നിൻ്റെ ചുറ്റുമായിട്ട് ധാരാളം സ്ഥലം, തരിശായി കിടക്കുന്ന സ്ഥലമാണ്. എന്താ ഈ തരിശായ ഭൂമി എന്ന് പറഞ്ഞാൽ? കൃഷിയൊന്നും ചെയ്യണില്ല, നിരപ്പല്ലാത്ത ഭൂമിയാണ്. ഈ ഊങ്ങ് ധാരാളമായിട്ട് നമ്മൾ അധ്വാനിച്ചു. ആ ഭൂമിയൊക്കെ അങ്ങോട്ട് നിരപ്പാക്കി കുറേശ്ശെ അങ്ങോട്ട് കൃഷി ചെയ്തു. പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നട്ട് അതിൽ ഫലങ്ങളൊക്കെ ഉണ്ടായി, പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നല്ല വിശേഷപ്പെട്ട തരത്തിലുള്ള ചില പഴവർഗ്ഗങ്ങൾ.
അങ്ങനെ ഇരിക്കെ അതിൽ നിന്ന് വിളവൊക്കെ എടുക്കാറായി. വിളവൊക്കെ എടുത്തു. ഈ നേരത്തെ യാങ്സി രാജകുമാരിയുടെ രാജ്യത്തെ ചന്തയിൽ തന്നെ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അവിടെ കൊണ്ടുപോയി വിറ്റു. അവിടെ പോയി വിറ്റു. അവിടുത്തെ ആൾക്കാർ വാങ്ങിച്ച് രാജകൊട്ടാരത്തിലെ ഭൃത്യന്മാർ വന്ന് ആ പഴങ്ങളൊക്കെ വാങ്ങിച്ച് രാജകൊട്ടാരത്തിൽ ചെന്ന് ഒരു പ്രത്യേകതരം രുചിയുള്ള പഴങ്ങൾ, ആ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ അന്ന് ഭക്ഷണത്തിന് രാജാവിന് കിട്ടിയപ്പോൾ രാജാവ് ചോദിച്ചു, ഇത് നല്ല സ്വാദുള്ള കറിയാണല്ലോ, ഈ പഴം ഇതെന്ത് പഴം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് അന്വേഷിച്ചു. അപ്പോൾ പാചകക്കാരൻ പറഞ്ഞു, ചന്തയിൽ നിന്നും ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്ന പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചുകൂടി തരാമെന്ന് പറഞ്ഞു. എനിക്ക് തരൂ, ഈ പഴം എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അതാരാ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ചന്തയെന്നാണ്. ചന്തയിലുള്ളവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇത് അടുത്ത രാജ്യത്തു നിന്ന് ഊങ്ങെന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ കൊണ്ടുവന്ന് വിറ്റതാണ്, അത് നമ്മൾ വാങ്ങിച്ചു, നല്ലതെന്ന് തോന്നി വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഈ വിവരം രാജാവിനെ അറിയിച്ചു. അപ്പോൾ രാജാവിന് എന്താ തോന്നിയ, അത് ശരി, ഈ പെട്ട വന്നിട്ട് ഈ കുന്നിൻ ഈ ഊങ്ങ് തലയും താഴ്ത്തിയിട്ട് അപമാനിതനായിട്ട് പോയി. എന്നിട്ട് പോയിട്ട് ഊങ്ങ് എന്നൊരാളെ രാജാവിന് പെട്ടെന്ന് ഓർമ്മ വന്നു. അവനെവിടെ ഉണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. നല്ല കാര്യമായി. അവനെ കണ്ടുപിടിക്കുന്നത് ആരാണ്, അയാൾക്ക് ഞാൻ രാജകുമാരിയെ വിവാഹം ചെയ്തു തരാം, അവനെ നമുക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് ഒതുക്കാം. ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവൻ്റെ മോഹം കെട്ട് മാറിയിട്ടില്ല. പിന്നെ അവന് ഈ യാങ്സി രാജകുമാരിയെ വിവാഹം ചെയ്യണം എന്നുള്ളൊരു മോഹം. ഓരോരോ എളുപ്പ വഴിക്ക് രാജകൊട്ടാരത്തിൽ കയറി കൂടാനുള്ള പണികൾ എടുക്കുക. അവൻ വീണ്ടും പോയി കൃഷി ചെയ്തേക്കണു. എന്നിട്ട് വിശേഷ തരത്തിലുള്ള ഫലം ഉണ്ടാക്കിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ചേക്കണു. അത് പറ്റില്ല, അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവനെ കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞു. ആരാണോ ഊങ്ങിനെ കണ്ടുപിടിച്ചത്, അപ്പോൾ അവൻ ആ നാട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ എവിടെ ആയാലും വേണ്ടില്ല, അവനെ കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നവന് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും. അങ്ങനെ പരസ്യപ്പെടുത്തിയ കാര്യം ഊങ്ങും അറിഞ്ഞു. കേട്ടറിഞ്ഞു. തന്നെ പിടിക്കാൻ ഇപ്പം രാജഭടന്മാർ തേടി നടക്കുക. കണ്ടു കിട്ടാത്ത കാരണം തന്നെ കണ്ടുപിടിക്കണവർക്ക് രാജകുമാരിയും കിട്ടും, തന്നെ രാജാവ് ശിക്ഷിക്കും, ഉറപ്പാണല്ലോ എന്ന് കരുതി ഇങ്ങനെ വളരെ വിഷണ്ണനായിട്ട് ആകെ കുടിഞ്ഞ് എന്താ വേണ്ടേന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അതുവഴി വളരെ വൃദ്ധനായിട്ടുള്ള ഒരാൾ വന്നു. വന്നപ്പോൾ എന്താ പോങ്ങ നീ ഇങ്ങനെ മനസ്താപപ്പെട്ടിരിക്കണേ, എൻ്റെ അമ്മാവ എന്താ ഞാൻ പറയണ്ടേ, ഞാനൊരു കർഷകൻ്റെ മകനാണ്, ഞാൻ കൃഷിയെ എനിക്കറിയുള്ളൂ, ഞാൻ ആ ജോലി ചെയ്ത് ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ കയറി ഭൂമിയൊക്കെ തരിശായി കിടക്കുന്ന ഭൂമിയൊക്കെ തട്ടാക്കി നിരപ്പാക്കി പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു, വിശേഷപ്പെട്ട ഫലങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു, അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അതാരാണ്ടേ വാങ്ങിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടു കൊടുത്തു. ഇപ്പം രാജകുമാരിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃഷി ചെയ്ത് അങ്ങോട്ട് എത്തിച്ച പഴങ്ങളെന്ന് പറഞ്ഞ് രാജാവ് ഇപ്പം എന്നെ തേടി നടക്കുക ശിക്ഷിക്കാനായിട്ട്. എങ്ങനെ ഞാൻ രക്ഷപ്പെടണേ, എനിക്ക് ആലോചിച്ചിട്ടൊരു വിവരം കിട്ടണില്ല. അപ്പം ഈ വൃദ്ധനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, സന്യാസി വര്യനാണ് അദ്ദേഹം, വൃദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആ സമയത്ത് ഒരു വടി ഉണ്ടായിരുന്നു, ഒരു മാന്ത്രിക വടി പോലുള്ളൊരു വടി. ആ വടി ഒന്ന് ചുഴറ്റിയപ്പോൾ വളരെ മനോഹരമായിട്ട് മഴവില്ലിൻ്റെ നിറമുള്ള രോമങ്ങളോടുകൂടിയ വലിയൊരു നായ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ഊങ്ങ് പേടിച്ചു പോയിട്ട്, അയ്യോ ഇത്ര വലിയ നായയോ, അത് ഇങ്ങനൊരാകൃതിയോ, മഴവില്ലിൻ്റെ നിറങ്ങളൊക്കെയാണല്ലോ ഇതിൻ്റെ രോമങ്ങളത്തിന് എന്നിങ്ങനെ വിചാരിച്ച് പരിഭ്രമിച്ചിരിക്കുമ്പോൾ ഈ വൃദ്ധനായ സന്യാസി വര്യം പറഞ്ഞു, പേടിക്കണ്ട, ഞാനൊരു മാന്ത്രികനാണ്, ഞാൻ നിന്നെ സഹായിക്കാം, ഒരു സൂത്രമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു. നീ ഒട്ടും ഭയപ്പെടണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പതുക്കനെ അദ്ദേഹം പതുക്കെ പഴയ രൂപത്തിലേക്ക് മാറി. അപ്പൂപ്പൻ മാന്ത്രികന് എന്നുള്ള രൂപം മാറിയിട്ട് അപ്പൂപ്പനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, കൊട്ടാരം വേഗം തന്നെ ഈ ഊങ്ങിനെ ഒരു നായയാക്കി മാറ്റിയായിരുന്നു. ആ നായയാക്കി മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ കൊട്ടാരവാതിക്ക് കൊട്ടാരം എടുക്കാറായപ്പോൾ അപ്പൂപ്പൻ പുൽച്ചാടിയാക്കിയിട്ടാണ് മാറ്റിയത്. ഊങ്ങിനെ ഒരു പുൽച്ചാടിയാക്കി മാറ്റി അദ്ദേഹം കൂടെ കൊണ്ടുപോയി.
അവിടെ കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിനടുത്തെത്തിയപ്പോൾ ഊങ്ങിനെ മാറ്റി, പുൽച്ചാടിയെ ഊവാക്കി മാറ്റി സ്വയം ഭീമൻ നായയായി മാറി. അപ്പോൾ പുൽച്ചാടി നായയും കൂടിയിട്ട് കൊട്ടാരത്തിനവിടെ ചെന്നപ്പോൾ കൊട്ടാര കാവൽക്കാർ തടുക്കുകയൊക്കെ ചെയ്തു. രാജാവും പരിവാരങ്ങളൊക്കെ ഓടിയെത്തി. അപ്പോഴാണ് രാജാവ് തൻ്റെ വിളംബരത്തെക്കുറിച്ച് ഓർത്തത്. വലിയൊരു നായ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അപ്പൂപ്പനും പിന്നെ ഒരു നായയും ഒക്കെ കൂടി വന്നേക്കാണ്. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയാ അങ്ങയുടെ വാക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങക്ക് വേഗം അവിടെ ചെന്ന വഴിക്ക് ഈ പുൽച്ചാടിയായിട്ടുള്ള ഊങ്ങിനെ അങ്ങോട്ട് ഊങ്ങാക്കി മാറ്റി. അപ്പോൾ ഇപ്പോൾ അപ്പൂപ്പനുണ്ട്, ഒരു നായയുണ്ട്, ഊങ്ങുണ്ട്. ഊങ്ങിനെ കണ്ടുപിടിച്ച് കൊണ്ടു കൊടുക്കണ ആളൊക്കെ രാജകുമാരിയെ വിവാഹം ചെയ്യാമെന്ന് പരസ്യപ്പെടുത്തിയിട്ടില്ലേ, വിളംബരം ചെയ്തിട്ടില്ലേ? അങ്ങയുടെ വിളംബരത്തെ പറ്റി അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളല്ലേ ഊങ്ങിനെ കൊണ്ടു തന്നെ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം, അതിനൊന്നും എനിക്കൊരു വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജകുമാരി ഒന്നും നടുങ്ങി. ഈ അപ്പൂപ്പനെയാണോ താൻ വിവാഹം ചെയ്യേണ്ടത്? എന്താ തൻ്റെ അച്ഛന് വല്ല ഭ്രാന്തും പിടിച്ചോ? അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി രാജാവ്. ഈ സമയം അവിടെ നിൽക്കണ നായ ഉണ്ടല്ലോ, നായ വേഗം അപ്പൂപ്പനായിട്ടാണ് മാറി. എന്നിട്ടോ രാജകുമാരിയെ വിവാഹം ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ വൂവാണ് യഥാർത്ഥ ധൈര്യശാലി. ഈ അപ്പൂപ്പൻ പറയുക, നായ ആയിരുന്ന അപ്പൂപ്പൻ. രണ്ടപ്പൂപ്പന്മാരായി ഇപ്പോൾ, അതിൽ നായ മാറിയ അപ്പൂപ്പൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അങ്ങയുടെ മകളെ ഈ അപ്പൂപ്പനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. മോശമാണ് കേട്ടോ. ഇത്ര പ്രായം കുറഞ്ഞ കുട്ടിയെ, ഇത്ര സുന്ദരിയായ രാജകുമാരിയെ ഈ അപ്പൂപ്പനെ വിവാഹം ചെയ്ത് കൊടുക്കണം. അങ്ങ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഊങ്ങിനാണ്. ഊങ്ങാണ് വാസ്തവത്തിൽ ധൈര്യശാലി. കട്ടും തരിശായി കിടന്നിരുന്ന കുന്നിൻ്റെ മുകളിൽ കയറി അവിടമൊക്കെ ഭൂമി തട്ടായി തിരിച്ച് അവിടെയൊക്കെ കൃഷി ചെയ്ത് വിശേഷ തരത്തിൽപ്പെട്ട പലതരത്തിലുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അതിലെ ഒരു പഴം രാജകൊട്ടാരത്തിലെത്തിയിട്ടുള്ളൂ, ഒരു തരത്തിലുള്ള ഒരു പഴം മാത്രം. അതിൻ്റെ രുചിയാണ് വീണ്ടും അങ്ങ് ഊങ്ങിനെ തേടി നടക്കാൻ കാരണം. ഇതുപോലെ വേറെ എത്ര തരം പഴങ്ങളാണെന്നുള്ളതെന്നറിയാമോ? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ധൈര്യശാലി, ബുദ്ധിശാലി, കായികമായിട്ട് ശാരീരികമായിട്ട് നല്ല ശക്തിയൊക്കെയുള്ള ആൾ ഊങ്ങാണ്. അതുകൊണ്ട് ഊങ്ങിനാണ് അവിടുത്തെ മകളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അത് നോക്കിയപ്പോൾ രാജാവ് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു കേട്ടോ. ശരിയല്ലേ ഇയാൾ പറയണത്? തൻ്റെ മകളെ വിവാഹം ചെയ്യുന്ന ആൾ ധീരനായിരിക്കണ്ടേ? ഊങ്ങിന് നല്ല ധൈര്യം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ താൻ കടന്നു പോകാൻ പറഞ്ഞപ്പോൾ ഒന്നും വഴക്കിനും വയ്യാവേലിക്കും ഒന്നും നിൽക്കാണ്ട് പോയി സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയല്ലേ ചെയ്തത്. അധ്വാനശീലനാണല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ? നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ, അതും ഒരു നല്ല കാര്യമല്ലേ? നല്ല ബുദ്ധിശക്തി ഉണ്ട്. അതുകൊണ്ടല്ലേ കൃഷിഭൂമിയൊക്കെ തട്ടായിട്ട് തിരിച്ച് ഇന്നെ കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്തായാലും ജീവിതത്തിൽ വിജയം കണ്ടെത്തിയ ഒരു യുവാവാണ് ഊങ്ങ്. അതുകൊണ്ട് രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി രാജകുമാരിയായ യാങ്സിയെ ഊങ്ങിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കർഷകനും രാജകുമാരിയും കൂടി സുഖമായിട്ട് ജീവിതം ആസ്വദിക്കുകയും ചെയ്തു, ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ, രാജകുമാരിയും കർഷകനും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.